നമ്മൾ ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 3ds മാക്സിന്റെ ഉള്ളിലോട്ട് വരുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇന്ന് നമുക്ക് പുതിയതായിട്ട് അടുത്ത ടോപ്പിക്കിന്റെ പേരാണ് എക്സ്പ്ലെയിൻ അബൌട്ട് 6 modules. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്സിൽ ഒരു പ്രൊജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു 6 മൊഡ്യൂളിലൂടെ ട്രാവൽ ചെയ്താണ് നമ്മൾ അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ മെയിനായിട്ട് വരുന്നതാണ് മോഡലിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. പിന്നെ വരുന്നതാണ് മെറ്റീരിയൽസ് ഓർ ടെക്സ്ചറിങ് എന്ന് പറയും. മൂന്നാമതാണ് ലൈറ്റ്സ് എന്ന് പറയുന്നത്. നാലാമതാണ് അനിമേഷൻ, റെൻഡറിങ് ആൻഡ് കോമ്പോസിറ്റിംഗ് ഓർ വിഷ്വൽ എഫക്ട്സ് എന്ന് പറയും. ഇതിന് ഷോർട്ടായിട്ട് MTLARC എന്ന് പറയും. ഷോർട്ട് വേർഡ് ആണ്, നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് മോഡലിംഗ്, ടെക്സ്ചറിങ്, ലൈറ്റിംഗ്, അനിമേഷൻ, റെൻഡറിങ് ആൻഡ് കോമ്പോസിറ്റിംഗ്. ആദ്യം വരുന്നതാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. നമുക്കൊരു സാധനം ഉണ്ടാക്കണം അല്ലെ, ഒരു വീടായിക്കോട്ടെ, ഇന്റീരിയർ ആയിക്കോട്ടെ, എക്സ്റ്റീരിയർ ആയിക്കോട്ടെ, നമ്മൾ മോഡൽസ് ഉണ്ടാക്കുന്ന സെക്ഷനാണ് നമുക്ക് മോഡലിംഗ് എന്ന് പറയാം. അതിന്റെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ആർക്കിടെക്ചർ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഒരു ആർക്കിടെക്ട് നമ്മൾ ഇന്റീരിയർ എക്സ്റ്റീരിയർ തരത്തിലുള്ള എല്ലാ വർക്കും ഏറ്റെടുക്കുന്ന പോലെ 3ds മാക്സിന്റെ ഒരു പ്ലാൻ നമ്മൾ എടുത്തതിന് ശേഷം അതിന്റെ ഇന്റീരിയർ പാർട്സും അതുപോലെ എക്സ്റ്റീരിയർ വോള് കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കും. പിന്നെ അതിനുശേഷം ഉള്ളിലുള്ള ഓരോരോ കോമ്പോണൻസ് നമ്മൾ വരച്ച് ചേർക്കുന്നു. അതിന്റെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് മതി, ഓരോ മുറിക്കനുസരിച്ചുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ജസ്റ്റ് കളർ കൊടുക്കാനുള്ള ഒരു ഫീച്ചർ മാത്രമേ അതിനകത്തുള്ളൂ. അതിനെ നെയിം ആൻഡ് കളർ എന്ന് പറയും. അപ്പോൾ ഒരു കളർ മാത്രം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദ നെക്സ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടാമത്തെയാണ് മെറ്റീരിയൽ ഓർ ടെക്സ്ചറിങ് എന്ന് പറയും. ആ പേര് പറയാൻ കാരണം നമ്മുടെ മെറ്റീരിയൽസ് നമുക്കറിയാം. ഒരു വീട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പലതരം മെറ്റീരിയൽസ് വരും. ബ്രിക്ക്, ബാറ്റേൺ അല്ലെ, നമുക്ക് ഗ്ലാസ്, ക്രോം, സ്റ്റീല്, അലൂമിനിയം, അതുപോലെ ഒരു സാൻഡ്, അങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയൽസ് നമുക്ക് വരും. സോ ഓരോ മെറ്റീരിയലിന്റെ ഡിഫറൻഷൻ അനുസരിച്ചിട്ട് അതിനകത്ത് കുറെ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ടേബിൾ ഉണ്ടാക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് കളർ അല്ല വരുന്നത്, അതിന്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ടെക്സ്ചർ ആണ് കടന്നു വരുന്നത്. അതിന് വുഡ് എന്ന് പറയും അല്ലെ. പലതരത്തിലുള്ള വുഡ് തന്നെ കാറ്റഗറി ഉണ്ട്, മഹാഗണി, ടീക്ക് വുഡ്, അങ്ങനെ പലതരത്തിലുള്ള ടെക്സ്ചേഴ്സുകൾ നമുക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ടെക്സ്ചറിങ് എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ നമുക്കൊരു മോഡൽ നമുക്ക് മാത്സിൽ ഉണ്ടാക്കി നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ ഒരു ആപ്പിൾ ഉണ്ടാക്കി നോക്കിയാൽ. സോ ആപ്പിളിന് നമുക്ക് പടം നമുക്ക് കൊടുക്കാനായിട്ട് നമ്മൾ നെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുവാണ്. നമ്മൾ കൊടുത്ത് ആപ്പിൾ എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് സാധാരണ കിട്ടുക ആപ്പിൾ കൊടുത്ത ഐഫോണിന്റെ ലോഗയോ അല്ലെങ്കിൽ ആപ്പിളിന്റെ മരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു പടങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. സോ നമുക്കൊരു ആപ്പിളിന്റെ കൂടെ ടെക്സ്ചർ എന്ന് പറഞ്ഞ പേര് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഒരു ആപ്പിളിന്റെ റിയൽ ടൈമിലുള്ള ഒരു ഇമേജ് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ആ ഇമേജിനെ നമ്മളൊരു ടെക്സ്ചറിനെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ വരച്ചുണ്ടാക്കിയിരിക്കുന്ന മാക്സിന്റെ മോഡലിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് റിയൽ ടൈമിലുള്ള ഒരു ആപ്പിളിന്റെ പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്ക് അതിന്റെ പ്രൊഫഷണൽ ആയിട്ട് വിളിക്കുന്ന ടേം ആണ് ടെക്സ്ചറിങ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കേസാണ് റിഫ്ലക്ഷൻ ഗ്ലാസ്. അതായത് നമുക്കൊരു മോഡൽ ചെയ്തിട്ട് അതിനെ റിയൽ ടൈമിലേക്ക് എത്തിക്കാൻ നമുക്ക് റിഫ്ലക്ഷൻ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അത് മെറ്റീരിയലാണ് കടന്നു വരുന്നത്. അതുപോലെ ഗ്ലാസുകൾ, അതിനകത്തോളം നമുക്ക് റിഫ്ലക്ഷൻ മെയിനായിട്ടുണ്ട്. ഇപ്പോൾ വിൻഡോയിലൊക്കെ വരുന്ന റിഫ്ലക്ഷൻ ഒക്കെ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ടിനെ നമുക്ക് നല്ല രീതിയിൽ റിയൽ ടൈമിലേക്ക് നമുക്ക് എത്തിക്കാറുണ്ട്. സോ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഗ്ലാസ്, IOR തുടങ്ങിയ പല ഫീച്ചേഴ്സും മെറ്റീരിയൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ് കടന്നു വരുന്നത്. മൂന്നാമത്തെ ടോപ്പിക്കാണ് ലൈറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം പലതരത്തിലുള്ള ലൈറ്റ്സുകളുണ്ട്. ഇൻഡോർ, ഔട്ട്ഡോർ ലൈറ്റ്സുകളുണ്ട്. ഔട്ട്ഡോർ വരുമ്പോഴാണ് നമുക്ക് വരുന്നത് എന്താണ്, സൺ വരുന്നുണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് വരുന്നുണ്ട്, സ്റ്റേഡിയം ലൈറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ നമുക്ക് ഗാർഡൻ ലാമ്പുകൾ, പുറത്ത് തന്നെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ലൈറ്റ്സുകൾ നമുക്ക് വരുന്നുണ്ട്. ഇൻഡോർ ആകുമ്പോൾ നമുക്ക് നോർമൽ രീതിയിൽ ഇപ്പോൾ നമുക്കൊരു ലൈറ്റ് ഷോപ്പിൽ ചെന്നാൽ കാണാൻ പറ്റും പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൈറ്റ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. വോൾ വാഷ് ലൈറ്റ്സുകൾ, IS ലൈറ്റുകൾ, ട്രാക്കർ ലൈറ്റ്സുകൾ, അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ലൈറ്റുകൾ നമുക്ക് ഇന്നത്തെ ലൈഫിൽ കാണാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് റിയൽ ടൈം പ്രൊവൈഡ് ചെയ്യുന്ന ലൈറ്റ്സിന്റെ ഫീച്ചറെ വിളിക്കുന്ന പേരാണ് ഷാഡോ എന്ന് പറയുന്നത്, നിഴൽ. നിഴലിൽ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഔട്ട്പുട്ടിൽ ഉപയോഗിക്കുന്ന വീര യൂസ് ചെയ്യുമ്പോൾ വീരയുടെ ലൈറ്റുകളായിരിക്കും കൂടുതൽ വരിക. അതിനകത്താണ് വേരിയസ് ആണ് ടൈപ്പ് ഓഫ് ലൈറ്റ്സുകൾ, റെക്ടാങ്കിൾ ലാമ്പുകൾ, അങ്ങനെ പലതരത്തിലുള്ള ലൈറ്റുകൾ നമുക്ക് ലൈറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് റിയൽ ടൈമിനായിട്ടുള്ള ഫൈൻ ട്യൂൺഡ് ഏരിയ ഷാഡോസ് ആണ് വീരയിൽ നമുക്ക് ഷാഡോ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് പലതരത്തിലുള്ള എഫക്ട്സുകൾ നമുക്ക് ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. ഇതിനകത്ത് വേറെ കേസ് എന്ന് പറഞ്ഞാൽ ഈ 3 മൊഡ്യൂൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് റിയൽ ടൈമിലേക്കുള്ള ഫീച്ചറായി നമുക്കൊരു മോഡലായി, അതിന് കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ കൊടുത്തു, ഗ്ലാസ് റിഫ്ലക്ഷൻ എല്ലാം സെറ്റ് ചെയ്തു, ലൈറ്റ്സ് കൊടുത്തു, അതിന്റെ ഷാഡോയും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് കയറി വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു റിയൽ ടൈം എഫക്റ്റിലേക്ക് നമുക്ക് കടന്നു വരുന്നുണ്ട്. ഇനി വരുന്ന ഫീച്ചേഴ്സിൽ ഒന്നാണ് അനിമേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി അനിമേഷൻ വീറിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. കാരണം അനിമേഷൻ വീറിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു ഇമേജിൽ നമുക്ക് എടുക്കുന്ന റെൻഡറിങ് ടൈം, ഔട്ട്പുട്ട് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഏകദേശം 2, 4, 6 തൊട്ട് 10 മണിക്കൂർ വരെയൊക്കെ ചില സമയത്ത് നമുക്ക് എടുക്കാറുണ്ട് ചില ഔട്ട്പുട്ട്. അതിന്റെ കോംപ്ലക്സിറ്റി ഓഫ് ദി സീൻ, മോഡൽ മെഷ് കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുവാണെങ്കിൽ
അപ്പോൾ നമുക്ക് കോമ്പോണൻസ് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വ്യൂവിൽ റെൻഡറിങ് ടൈം വളരെയധികം കൂടാൻ സാധിക്കുന്നുണ്ട്. അതിന് ഉപയോഗിക്കുന്ന അഡീഷണൽ ലൈറ്റുകൾ, ഗ്ലാസുകൾ, മെറ്റലൊക്കെ നമുക്ക് റെൻഡർ ചെയ്തെടുക്കാൻ ആ ഭാഗം കൂടുതൽ ടൈം എടുക്കാൻ ചാൻസ് കൂടുതലാണ്. സോ ഒരു ഇമേജ് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ 2, 3, 4 മണിക്കൂർ എടുക്കുന്ന ഒരു ഇമേജ് ആണെങ്കിൽ നമുക്കൊരു 300, 1000 ഫ്രെയിം എടുക്കുവാണെങ്കിൽ ആഴ്ചകളോളം എടുക്കും നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് വല്ല കറണ്ട് പോവുകയോ ഇന്ററപ്ഷനോ വന്നുകഴിഞ്ഞാൽ വീണ്ടും ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരുന്നതുകൊണ്ട് അനിമേഷൻ നമുക്ക് കൂടുതലും വീറയിൽ പ്രിഫർ ചെയ്യാറില്ല. പക്ഷേ 3ds മാക്സിൽ അനിമേഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. അതിൽ എടുത്തു പറയുന്ന ഒരു കേസാണ് വാക്ക് ത്രൂ എന്ന് പറയുന്നത്. നമുക്കൊരു വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ക്യാമറ റെക്കോർഡിംഗ് ഓണാക്കി ഓരോ മുറിയിലും കയറി ഇറങ്ങി കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് എന്താണോ അതേപോലെ തന്നെ 3D മാക്സിൽ നമ്മൾ മോഡൽ ഉണ്ടാക്കി ഒരു പാത്തിന്റെ സഹായത്തോടു കൂടി ഒരു ക്യാമറ ആ പാത്തിലൂടെ ഓടിച്ച് നമുക്ക് അനിമേറ്റ് ചെയ്ത് റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് വാക്ക് ത്രൂ എന്ന് പറയാം. അതിന്റെ വാക്ക് ത്രൂ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട് നമ്മുടെ മാക്സിൽ. സോ അതൊക്കെ അനിമേഷന്റെ കാറ്റഗറിയിൽ. അതുപോലെ പാത്ത് അനിമേഷൻ, ഒരു പാത്ത് വരച്ചിട്ട് അതിലൂടെ ഓടിച്ചു ഒരു വണ്ടി ഒരു റോഡിലൂടെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന രീതിയിലുള്ള അനിമേഷൻ ചെയ്യണമെങ്കിലൊക്കെ അനിമേഷൻ ചെയ്യാം. ജനറൽ അനിമേഷൻ, ടൈറ്റിൽ അനിമേഷൻ തുടങ്ങി പലതരത്തിലുള്ള അനിമേഷൻ നമുക്ക് മാക്സിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ അനിമേഷൻ കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷേ നമ്മൾ സിവിൽ യൂസ് ചെയ്യുമ്പോൾ അനിമേഷൻ വളരെ കുറച്ചാണ് ഉപയോഗിക്കുക. അത് കൂടുതലും നമ്മൾ ലൂമിയോൺ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് വാക്ക് ത്രൂ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് 5ാമത്തെ മൊഡ്യൂൾ. അതിന്റെ പേരാണ് റെൻഡറിങ് എന്ന് പറയും. റെൻഡറിങ് എന്ന് പറഞ്ഞാൽ ഗിവിംഗ് ഔട്ട്പുട്ട് ടു ദ കസ്റ്റമർ. കസ്റ്റമർക്ക് എങ്ങനെയാണ് ഒരു ഫയൽ ഫോട്ടോ ആയിട്ടോ വീഡിയോ ആയിട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് റെൻഡറിങ്ങിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു അടുത്ത ടോപ്പിക്കിൽ നമുക്ക് കടന്നു വരുന്നുണ്ട്. ഡിഫറെന്റ് ഔട്ട്പുട്ട് ഫയൽ ഫോമാറ്റ്സ് ഇൻ 3ds മാക്സ്. 3D മാക്സിൽ ഏതൊക്കെ ഫയൽ ഫോമാറ്റ് ആണ് മാക്സിൽ ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ള ടോപ്പിക് കടന്നു വരുന്നുണ്ട്. 6ാമത് വരുന്നതാണ് കോമ്പോസിറ്റിംഗ് ഓർ വിഷ്വൽ എഫക്ട്സ് എന്ന് പറയാം. നമുക്ക് 3ds മാക്സ് എന്ന് പറഞ്ഞ ഒരു അനിമേഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് കടന്നു വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് പലതരത്തിലുള്ള എഫക്ട്സുകൾ മാക്സിൽ കടന്നു വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഫയർ, ഫോഗ്, സ്മോക്ക്, ക്ലോത്ത്, കർട്ടൻ, വാട്ടർ, അതുപോലെ പല എഫക്ട്സുകളുണ്ട്. ഗ്ലോ, ഹൈലൈറ്റ് എന്ന് പറഞ്ഞ പല ഫീച്ചറുകൾ നമുക്ക് അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ കുറച്ച് മാത്രം നമുക്ക് സിവിലിൽ യൂസ് ചെയ്യുന്നത്, അതായത് ഇന്റീരിയർ ഡിസൈനിങ് നമുക്ക് ഉപയോഗിക്കുന്നത്. അതിൽ എക്സാമ്പിൾ ആണ് ക്ലോത്ത് വാട്ടർ. അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്ലോത്ത് വാട്ടർ എന്ന് പറഞ്ഞാൽ. ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കർട്ടൻ, ബെഡ്ഷീറ്റ്, പില്ലോ തുടങ്ങിയുള്ള ഫീച്ചർ എല്ലാം ക്ലോത്തിലാണ് നമ്മൾ മാക്സിൽ ഫീച്ചറിൽ വർക്ക് ചെയ്തെടുക്കുക. അതുപോലെ വാട്ടർ എന്ന് പറയുന്ന സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയുള്ള ഫീച്ചർ അതിനകത്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പോസിറ്റിംഗ് എന്ന് പറഞ്ഞ ഫീച്ചറാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. സോ അത് മേജർ ആയിട്ട് വരുന്നതാണ് മോഡൽ, ടെക്സ്ചർ, ലൈറ്റ്സ്, റെൻഡറിങ് ആൻഡ് എഫക്ട്സുകളുടെ കാറ്റഗറി. ഇത്രയും കൂട്ടിച്ചേർത്തിട്ടാണ് നമുക്ക് മാക്സിൽ ഒരു മൊഡ്യൂൾ വർക്ക് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് 2ാമത്തെ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ ടോപ്പിക് വരുന്നുണ്ട്. 5ാമത്തെ ടോപ്പിക് ആയിട്ട് റെൻഡറിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഡിഫറെന്റ് ഔട്ട്പുട്ട് ഫയൽ ഫോമാറ്റ്സ്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസാണ് ഏതൊക്കെ രീതിയിലാണ്. നമുക്കറിയാം, നമുക്ക് ഓട്ടോകാഡിലാണെങ്കിൽ നമുക്കൊരു വർക്ക് ഫയൽ സേവ് ചെയ്തിട്ട് നമുക്ക് എടുക്കുന്നത് DWG ആയിട്ടായിരിക്കും. അതൊരു ടെംപ്ലേറ്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്തിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ PDF ആയിട്ടായിരിക്കും കസ്റ്റമർക്ക് കൊടുക്കുക. പിന്നെ 3D ആയിട്ട് വേണേൽ എടുക്കാം, റെയർ ആണ്. പക്ഷേ അത് മെക്കാനിക്കലിലൊക്കെയാണ് കൂടുതൽ 3D ആവശ്യം വരാം. അതിനെ നമ്മൾ DXF എന്ന് പറയും ഓട്ടോകാഡിൽ. സോ സിമിലർലി നമ്മുടെ മാക്സിൽ ഫോട്ടോ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് JPG എന്ന് പറയാം. അതിന്റെ എക്സ്പാൻഷൻ കൂടെ എഴുതിയിട്ടുണ്ട്, ജോയിന്റ് ഫോട്ടോഗ്രാഫി എക്സ്പെർട്ട് ഗ്രൂപ്പ്സ് എന്ന് പറയും. പിന്നെ BMP, ബിറ്റ് മാപ്പ് ഫയൽ ഫോർമാറ്റ് എന്ന് പറയും. GIF, ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫയൽ ഫോർമാറ്റ് എന്ന് പറയും. ഇതാണ് 3 ഫോട്ടോ ഇമേജ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ PNG കൂടി യൂസ് ചെയ്യാറുണ്ട്. PNG എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമുക്ക് സേവ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിൽ സ്കൈയുടെ ഒരു ഫോട്ടോ ഫോട്ടോഷോപ്പിന്റെ സഹായത്തോടു കൂടി ആഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷൻ ആണ് PNG എന്ന് പറയുന്നത്. പിന്നെ എക്സ്പാൻഷൻ ചെയ്താണ് JPEG ആണ് നമ്മൾ കംപ്രസ് ചെയ്ത് പണ്ടൊക്കെ മെയിൽ അയക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. നമുക്ക് 15-20 MB ആയിരുന്നു പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് വർക്ക് ഫയലൊക്കെ അയച്ചു കൊടുക്കാൻ ഉപയോഗിച്ചിരുന്നത്. BMP എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 40 MB നമുക്ക് ഫയൽ സൈസ് വരും. മറ്റേത് ഒരു 5-8 MB ഒക്കെ വരത്തുള്ളൂ. പക്ഷെ ക്ലാരിറ്റി സൈസും കൂടുതൽ BMPക്കാണ്. ഒരു ടിവിയിലോ പ്രൊജക്ടറിലോ മൊബൈലിലോ ടാബ്ലറ്റിലോ ഒക്കെ നമുക്ക് പ്രസന്റ് ചെയ്യുവാണെങ്കിൽ BMP ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ജിഫ് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ക്വാളിറ്റിയാണ്, നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്വാളിറ്റിയാണ് ജിഫ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഫ്ലെക്സിന് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ചില കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഫ്രണ്ടിൽ ഒരു ഗ്രീൻ ഷീറ്റ് അടിച്ചിട്ടുണ്ടാവും. അതിന്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടാവും. ഇത് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലത്തെ സിമിലാരിറ്റി ഉള്ള റിസൾട്ട് ആയിരിക്കും ഈ ഹോസ്പിറ്റലും അല്ലെങ്കിൽ ആളൊക്കെ വരുന്നതെന്നുള്ളൊരു ഫിഗർ അവിടെ കൊടുക്കുന്നുണ്ടാവും. അത് നമ്മൾ മാക്സിമം പ്ലാന്റെ സഹായത്തോട് നമ്മൾ 3D ഫ്രണ്ട് എലിവേഷൻ വരച്ചെടുത്തിട്ട് അതിനെ ഫ്ലെക്സ് ആയിട്ട് അവിടെ ഒട്ടിച്ച് വെക്കുന്നത്. ആ ഫ്ലെക്സിന് ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷൻ ആണ് TIFF-TGA. നമ്മളുണ്ടാവും ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ സൈസിലായിരിക്കും ഉപയോഗിക്കുക. സോ JPEG നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ക്ലാരിറ്റി നിലനിർത്താനായിട്ട് നമ്മൾ TIFF അല്ലെങ്കിൽ TG ആയിരിക്കും ഉപയോഗിക്കുക. അതിന്റെ എക്സ്പാൻഷൻ അവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത് വരുന്നതാണ് വീഡിയോ ഫോർമാറ്റ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അനിമേഷൻ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് അനിമേഷന്റെ പാർട്ടായിട്ട് വീഡിയോ നമുക്ക് ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. അതിനാണ് AV എന്ന് പറയാം, ഓഡിയോ വീഡിയോ ഇന്റർലീവ്ഡ് എന്ന് പറയും. നമ്മുടെ സിനിമയിലൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ MP4 MPG എന്ന് പറയുന്ന പോലെ ഒരു എക്സ്റ്റൻഷൻ ആണ് AV എന്ന് പറയുന്നത്. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി 3D മാക്സിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്.
പിന്നെ ഇപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റൻഷൻ ആണ് PDF. നമ്മൾ JPEG-നേക്കാളും കുറച്ചുകൂടി ക്ലാരിറ്റി കൂടുതൽ നമ്മൾ വാട്സപ്പിലൊക്കെ മെയിലൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ PDF ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം എത്ര സൂം ചെയ്താലും ക്ലാരിറ്റി മിസ് ആവാതിരിക്കാൻ അവർ ഉപയോഗിക്കുന്നതാണ് PDF എന്ന് പറയുന്നത്. സോ PDF എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്ന് പറയും. കാരണം ഇപ്പോൾ നമ്മുടെ ബയോഡാറ്റ ഒക്കെ ഇപ്പോൾ PDF-ലല്ല അയക്കുന്നത്. ലൈക്ക് ദാറ്റ് നമ്മുടെ ഔട്ട്പുട്ടും PDF-ൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരും. ഇതാണ് നമ്മുടെ 2 ടോപ്പിക്ക് നമുക്ക് കടന്നു വരുന്നത്. താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ടോപ്പിക്കിൽ നമുക്ക് നോക്കാം.